ഇടയ്ക്കൊക്കെ നമ്മുടെ ശരീരത്തെ, ബോഡിയെ, ഫേസിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു എണ്ണ തേച്ചുള്ള കുളി, എണ്ണ തേച്ച് അരമണിക്കൂർ നിന്ന് ശരീരത്തൊക്കെ എണ്ണ പിടിച്ചു കഴിഞ്ഞ് കുളിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ഫേസ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തേനാണ് കേട്ടോ. തേൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. തേൻ പല കാര്യങ്ങൾക്കായി വിട്ടും അറിയാം. പക്ഷെ നമ്മുടെ മുഖത്തോ ശരീരഭാവങ്ങളിലോ തേനിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചർമ്മത്തിൻ്റെ ജലാംശവും ഈർപ്പവും നിലനിർത്തുന്നതിന് ഈ തേൻ ഉപകാരപ്രദമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നല്ലതാണ് താനും. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലിൻ്റെ ഗുണങ്ങളുണ്ട്. ഇത് പതിവായി ചർമ്മത്തിൽ പുരട്ടുന്നത് മുഖക്കുരു ഉണ്ടാകുന്നത് തടയുന്നുണ്ട്. ഈ 10-12 വയസ്സൊക്കെ കഴിയുമ്പം കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒക്കെ മുഖക്കുരു ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞത് നല്ലതാണ്. അതുപോലെ തന്നെ തേൻ മുഖത്ത് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചർമ്മത്തിലെ വരകൾ, ചുളിവുകൾ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ശരീരവും ഫേസും ഒക്കെ ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ടതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, മറ്റ് അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ തേൻ പുരട്ടുന്നത് സഹായമായി തീരാറുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ മുഖത്ത് തേൻ പുരട്ടുന്നത് മുഖത്തെ സുഷിരങ്ങളൊക്കെ തുറക്കുവാനും അഴുക്കും മാലിന്യവും ഒക്കെ നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത്. എന്നും നമുക്ക് തേൻ പുരട്ടാനൊന്നും കഴിയാറില്ല. എന്നാൽ പോലും ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തേൻ വെച്ച് നമുക്ക് മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. മുഖത്തും കഴുത്തിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ അയഞ്ഞു തൂങ്ങുന്ന ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ടൈറ്റായി കിട്ടാൻ, നമ്മുടെ ചർമ്മം, അതായത് ഈ ചുളിവുകളൊക്കെ വീഴുന്നതും ഒക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് തേൻ നല്ലതാണ്. അപ്പം എന്ത് തന്നെ ആയാലും നമ്മളൊരു 30-35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാഗങ്ങൾ, നമ്മുടെ മുഖം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ഇതൊന്നും കഴിയാറില്ല എങ്കിലും നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലതാണിത്.